ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നോക്ക് നമ്മുടെ അഗ്രഹാരം നമ്മുടെ മാനന്തവാടി റിവറിന് അടുത്തുണ്ടോ ഒരു പാറയുണ്ട്. ആ പാറയിൽ കണ്ടോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാറ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ പാറയിൽ നിന്ന് ചോര വരുമെന്നാണ് പറയുക. ചോര വരുന്നത് കാരണം അതിനൊരു ഐതിഹ്യമുണ്ട് ഗൈസ് മോസ്റ്റ് ആയിട്ട്. അപ്പോൾ കണ്ടോ അതിനകത്ത് നിന്ന് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ബ്ലഡ് വരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ശിവൻ്റെയും പാർവതിൻ്റെയും കൂടി അമ്പലവും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? മാനന്തവാടി അഗ്രഹാരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ എൻ്റെ ദൈവമേ അടിപൊളി. അവിടെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നല്ല രസത്തിലുള്ള കുറച്ച് ചെടി ഇവിടുന്ന് പറിച്ചിട്ടുണ്ട്. ധാരാളം ഇഷ്ടംപോലെ വാട്ടർ പ്ലാന്റ്സ് ആണ്. കുറേ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. പുഴേൻ്റെ അരികായതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. ഇതുണ്ടോ അതൊക്കെ അമ്മയ്ക്ക് നൊസ്റ്റാൾജി തോന്നുന്നുണ്ടോ അമ്മ ഇവിടെ കാണുമ്പോൾ? ഇതിലൂടെയൊക്കെ പപ്പയും അമ്മയും ഞങ്ങളെ നടത്തിക്കൊണ്ട് ഇതിലൂടെ പോകുമായിരുന്നു. അന്നൊന്നും എന്താ പറയുക വണ്ടി സൗകര്യമൊന്നും ഇല്ലാത്ത നടന്ന് റോഡ് അങ്ങനത്തെ മൺറോഡാ നടന്നിട്ട് വെറുതെ റോഡ് മൺറോഡ് വയലിൽ കൂടെ ഇങ്ങനെ പോയിട്ടാണ് മമ്മീൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നല്ല രസമാട്ടോ പോകുമ്പോൾ. അപ്പം മടുത്ത് ഇങ്ങനെ ഞങ്ങൾ മടുത്തു ടൈമിലേക്കും ഈ പുഴറമ്പിൽ ഇങ്ങനെ കുറേ കാട്ടുചെടികളുണ്ട്. അതിന് നല്ല രസം അതിൻ്റെ കായൊക്കെ കഴിക്കാൻ. അപ്പോൾ അതൊക്കെ മമ്മിയൊക്കെ പറിച്ചു തരും. ഞങ്ങളതൊക്കെ കഴിക്കും. പിന്നെ ഇവിടെ നല്ല വെള്ളമായിരുന്നു അന്നൊക്കെ. നല്ല വെള്ളം, അത് ഈ വെള്ളം കുടിക്കാൻ വരെ പറ്റുമായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ മുക്കി കുപ്പിയിലാക്കിയിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നത്. എന്ന് ഓർത്ത് നോക്കി പുഴ വെള്ളം അത്രയ്ക്ക് ക്ലിയർ വാട്ടറായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം എന്താ പറയുക നമുക്കിപ്പോൾ എന്തോ പോലെ അതൊക്കെ കുടിക്കാൻ നമുക്ക് തോന്നിയല്ല തന്നെ. എല്ലാവരും എല്ലാം നശിപ്പിക്കുമല്ലേ കാരണം കുടിക്കുന്നില്ല. പക്ഷെ അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ അത് തന്നെ. എൻ്റെ ദൈവമേ നോക്കുക ഗൈസ് അടിപൊളി. നമ്മുടെ മാനന്തവാടി കബനി പുഴയാണ്. എന്താണ് കബനി? അതാ മുതലല്ലേ വാ വിളിച്ചു കിടക്കുന്നേ കണ്ടോ? ദൈവമേ മുതല. അയ്യോ അത് മുതലല്ല, അത് ജുവാനയാ വാ വിളിച്ചു.